രോഹിത്തിനെയും ഹരിയെയും പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം നാടെങ്ങും പരന്നു കഴിഞ്ഞിരിക്കുന്നു. ശിവനെയും രാജീവനെയും ഗംഗാധരനെയുമെല്ലാം നാട്ടിൽ നിന്നും ഓരോരുത്തർ വിളിച്ച് ബന്ധുക്കളെല്ലാം വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ പറഞ്ഞാണ് അവർ ന്യൂസ് വെച്ച് നോക്കുന്നതെല്ലാം. കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഗംഗേട്ടൻ തന്നെ ആദ്യം മനുവിനെയാണ് വിളിക്കുന്നത്. ഗംഗാധര വല്ലിച്ചൻ മനുവിനെ വിളിക്കുമ്പോഴാണ് മനു പറയുന്നത്, എനിക്കറിയില്ല വല്ലിച്ച, ഞാൻ ദേ എറണാകുളത്ത് നിന്നും പുറപ്പെട്ടതേ ഉള്ളൂ. എന്നെ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം വിളിച്ച് ഫ്രണ്ട്സ് എല്ലാം വിളിച്ച് ഫേസ്ബുക്കൊക്കെ ഒന്ന് നോക്കിയേ എന്താ ഈ നടക്കുന്നതെന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിയുന്നത്. അറിഞ്ഞ പാടെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നു വല്ലിച്ച. അമ്മയ്ക്ക് പിന്നെ ഒന്നും അറിയില്ലല്ലോ. അമ്മയ്ക്ക് ആകെ അറിയുന്നത് അവളെ കുറ്റം പറയാൻ മാത്രമാണ്. ഹരിയും രോഹിത്തും അറസ്റ്റ് ചെയ്യപ്പെട്ടത് അലീനയുടെ തള്ളയിലിട്ടിട്ട് അതിനെണ്ണി പറക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. അമ്മ പറയുന്നത് അവൾ കാരണമാണത്രേ ഇവർ രണ്ടാളും വഴിപിഴച്ചു പോയത്. അതിൻ്റെ അർത്ഥം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല വല്ലിച്ച. അമ്മയുടെ നാവിൽ നിന്ന് സത്യങ്ങളൊന്നും മനസ്സിലാവില്ല എന്ന് കണ്ടിട്ട് ഞാൻ അലീനയെ വിളിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. അലീന ഫോൺ എടുക്കുന്നില്ല, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എൻ്റെ കോള് കണ്ടാൽ അവൾ എടുക്കുകയോ അല്ലെങ്കിൽ മിസ് കോള് കണ്ടാൽ തിരിച്ച് വിളിക്കുകയോ ചെയ്യുന്നതാണ്. പക്ഷേ ഈ നേരമായിട്ടും അവൾ വിളിച്ചിട്ടില്ല. ഇനി അവിടെ ചെന്നിട്ട് വേണം അങ്ങോട്ട് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കാൻ. പേടിച്ചിരിക്കുകയായിരിക്കും വല്ലിച്ച, എന്താന്ന് മനസ്സിലാവുന്നില്ല. ആ വല്ലിച്ച, ഞാൻ പറഞ്ഞിരുന്നില്ലേ അലീന എൻ്റെ നമ്പർ കണ്ട് വിളിച്ചോളൂന്ന്. അവൾ വിളിക്കുന്നുണ്ട് കേട്ടോ, ഞാനൊന്ന് ഫോൺ എടുക്കട്ടെ, എന്നിട്ട് ഞാൻ തിരിച്ച് വല്ലിച്ചനെ വിളിച്ചോളാം. അപ്പോൾ ഗംഗാധരൻ ഓക്കെ മോനെ, നീ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചറിയി, ഞാൻ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതേ സമയം മനുവിൻ്റെ കോള് വീണ്ടും അലീനയിൽ നിന്നും കട്ടായിരിക്കുകയാണ്. അപ്പോൾ മനു തിരിച്ച് തന്നെ വിളിക്കുകയാണ് കേട്ടോ അലീനയെ. അപ്പോൾ അലീന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുകയാണ്, അലീന വളരെ ടെൻഷനിലാണ്. അപ്പോൾ മനു അവനെ കൊണ്ടുപോയ ടെൻഷനായിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ അലീനയെ ടെൻഷൻ അടിക്കാതിരിക്കെ ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് എത്താം, അങ്കിളിനോടും പറയണേ എന്ന് പറയുമ്പോഴാണ് അലീന കരയുന്നത്. അപ്പോൾ അലീന പറയുകയാണ്, മനുവേട്ടാ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, ഞങ്ങളിപ്പോൾ ദേവമാതാ ഹോസ്പിറ്റലിൽ തന്നെയാണ്, അച്ഛനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുമ്പോഴാണ് മനു, അതെന്താ അലീന, അങ്കിളിന് എന്താ സംഭവിച്ചേ? അത് മനുവേട്ടാ വീട്ടിൽ വന്നിട്ടായിരുന്നല്ലോ പോലീസുകാർ രോഹിത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അത് കണ്ടതോടെ അച്ഛന് പെട്ടെന്ന് അറ്റാക്ക് വന്നു. അച്ഛനെ ഞാനിവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക ചെയ്തത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ആകെ ഒന്നും അറിയാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. പെട്ടെന്നാണ് എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ഉള്ളൊരു ബോധം തന്നെ തിരിച്ച് വന്നത്. അച്ഛനിപ്പോൾ ICUയിലാണ്. ഡോക്ടർ അപ്പോൾ എന്താ ഡോക്ടർ പറഞ്ഞേ? പെട്ടെന്ന് തന്നെ അവളുടെ വാക്കുകൾ മുഴുവിപ്പിക്കാതെ മനു കയറി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, മനുവേട്ട അച്ഛൻ ഒബ്സർവേഷനിലാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അച്ഛന് ടെൻഷൻ താങ്ങാൻ വയ്യാതെ BP കയറിയതാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തോ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അകത്തേക്ക് പോയിരിക്കുകയാണ്. അലീന, ഞാൻ നിന്നെ തിരിച്ച് വിളിക്കാമെന്നല്ല, ഞാൻ നിൻ്റെ അടുത്തേക്ക് ഉടനെ തന്നെ എത്താം. ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നീ ടെൻഷൻ അടിക്കാതിരിക്കുക, കരയാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മനു അവളെ സമാധാനിച്ച് കോൾ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ മനുവിന് വീണ്ടും കോള് വരികയാണ്. അത് മനുവിൻ്റെ അച്ഛൻ്റെ ആയിരുന്നു കേട്ടോ, ശിവൻ്റെ ആയിരുന്നു. അപ്പോൾ ശിവൻ മനുവിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ പൊന്ന് മനു, എന്താ അവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഉള്ളത് തന്നെയാണോ അതോ കള്ളക്കേസാണോ? എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അമ്മയെ വിളിച്ചില്ലേ, അമ്മയോട് ചോദിക്കായിരുന്നില്ലേ മോൻ്റെ ഗുണനിലവാരങ്ങൾ? ഇപ്പോഴും അമ്മ അലീനയെ തന്നെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ വല്ലതും അറിയുന്നുണ്ടോ? ഞാൻ വിളിച്ചടാ മോനെ, അവൾക്ക് അത് മാത്രമേ പാടാനുള്ളൂ. ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്ന് ശിവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയുകയാണ്, അച്ഛൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ച് വരാനൊന്ന് നോക്കൂ, എനിക്ക് എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടാതിരിക്കുകയാണ്. ഇപ്പോൾ അതേ അലീന വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്കിളിന് പെട്ടെന്ന് അറ്റാക്കായിട്ട് അങ്കിളിനെയും കൊണ്ട് അവൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണെന്ന്. ദൈവമേ, എത്ര കാലമായി ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ ഒരു അന്ത്യമില്ലേ മനു? അച്ഛ കൂടുതലൊന്നും സംസാരിക്കാതെ അച്ഛനൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് എത്താൻ നോക്ക്. ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് പാലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തും. എനിക്ക് നേരെ പോകേണ്ടത്
ഹോസ്പിറ്റലിലേക്കാണ്. അച്ഛനപ്പോൾ ഒരു കാര്യം കൂടി ചെയ്യണം, വല്യച്ഛനെ വിളിച്ച് പറയണം. അലീന തിരിച്ച് വിളിച്ചിരുന്നു, വല്യച്ഛനോട് ഞാൻ സംസാരിച്ചിരുന്നു, അതുകൊണ്ടാണ് അച്ഛനോട് പറയുന്നത്. അലീന അങ്കിളിനെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണെന്നൊന്ന് അച്ഛൻ വിളിച്ച് പറയുമോ, എനിക്ക് വയ്യ ഇനി ആരോട് സംസാരിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ, ശരിയടാ മോനെ നീ വെച്ചോ, രാജീവും അവിടെ നിന്ന് പോരുന്നുണ്ടെന്നാണ് പറഞ്ഞത്, ഞാൻ ഏട്ടനെ വിളിച്ചോളാം, മോൻ ടെൻഷൻ അടിക്കാതിരിക്കെ, അച്ഛൻ ഉടനെ തന്നെ എത്താൻ നോക്കാം എന്ന് പറഞ്ഞ് അവർ കോളൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോഴേക്കും മനു എത്തുന്നുണ്ട്. മനു എത്തുന്നത് കമലയുടെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ കമലയുടെ അടുത്തേക്ക് എത്തുമ്പോൾ മനു കോളിംഗ് ബെൽ അടിക്കുമ്പോൾ തന്നെ കമലയാണ് വന്ന് ഡോറ് തുറക്കുന്നത്. മുത്തശ്ശി പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെ വിഷമിച്ചിട്ടാണ് ആ കുടുംബം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ മനു വന്ന് കയറുമ്പോൾ തന്നെ അമ്മ ഓടി വരികയാണ്. അപ്പോൾ കമല ഓടി വന്ന് മനുവിനോട് ചോദിക്കുന്നുണ്ട്, മോനെ നീ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നോടാ, നീ അവനെ കണ്ടോ, എന്താടാ അവൻ്റെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, എന്തവസ്ഥ, എന്താണ് അമ്മയ്ക്ക് അറിയേണ്ടത്, അമ്മയുടെ മകളില്ലേ മഞ്ജിമ, അവളെപ്പോലൊരു പെൺകുട്ടിയാണ് അവന്മാരെ കൂട്ടുകാരന്മാരും കൂടി ചേർന്ന് പിച്ചി ചീന്തി ഹോസ്പിറ്റലിലാക്കിയിരിക്കുന്നത്. എന്നിട്ട് അവൻ്റെ അവസ്ഥയാണോ അമ്മയ്ക്ക് അറിയേണ്ടത്? അവൻ്റെ എന്തവസ്ഥ, അവനെ അവിടെ ഇട്ട് തല്ലി ചതയ്ക്കട്ടെ. അമ്മ കേട്ടിട്ടില്ലേ സ്റ്റേഷൻ മർഡർ എന്നൊക്കെ, അതുപോലെ എന്തെങ്കിലും തന്നെ സംഭവിക്കട്ടെ, അതായിരിക്കും നല്ലത്. കമലയ്ക്ക് ഇത് കേട്ട് ദേഷ്യം വന്നിട്ട് കമല മനുവിൻ്റെ കോളറിന് പിടിച്ചിട്ട്, മഹാപാപം പറയുന്നോടാ മഹാഭാബി, നിൻ്റെ അനിയനല്ലേടാ അവൻ, എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ, അതെ അത് തന്നെയാണ് അമ്മേ എനിക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്ന നാണക്കേടും, അവൻ എൻ്റെ അനിയനായിപ്പോയി, അമ്മയ്ക്ക് നാണല്ലേ അവനെപ്പോലെ ഒരുത്തൻ അമ്മ പ്രസവിച്ചു എന്ന് തന്നെ പറയാൻ, കഷ്ടം. അവൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയതേ നീയും നിൻ്റെ ഒരു അങ്കിളും കൂടി ഒരുത്തിയെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ചതിന് ശേഷാടാ. അതെന്ത് വർത്താനം അമ്മ പറയുന്നത്, അമ്മയ്ക്ക് നാണില്ലേ ഇങ്ങനത്തെ കുറേ സംസാരം? ഓ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊരു ജന്മങ്ങൾ. മനു ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് മഞ്ജിമ വന്ന് മനുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ മഞ്ജിമ ചോദിക്കുന്നുണ്ട്, ഏട്ടാ എനിക്ക് പേടിയാവുന്നു, ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അങ്കിളിൻ്റെ ഷോപ്പിന് നേരെ കല്ലേറും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി, പോലീസുകാർ വന്ന് ഒതുക്കി തീർക്കുകയാണെന്നൊക്കെ, നമ്മുടെ വീടിന് നേരെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ ഏട്ടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നമ്മൾ ഒന്ന് കരുതിയിരിക്കേണ്ടതാണ് മോളെ, നീ പേടിക്കാതിരിക്കേ, ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ, പോലീസുകാർ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. എനിക്കെന്തായാലും ഇപ്പോൾ പുറത്തേക്ക് പോയേ പറ്റൂ, ഗോവർദ്ധൻ അങ്കിളിനെ പോയി കാണണം, ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഗേറ്റൊക്കെ അടച്ചു പൂട്ടിയിട്ട് വീടിനകത്ത് തന്നെ ഇരുന്നോ, ആരെങ്കിലും വന്ന് ഗേറ്റ് തുറന്നു കൊടുക്കാനൊന്നും പുറത്തേക്ക് ഇറങ്ങണ്ടെന്നൊക്കെ പറയുന്നുണ്ട് മനു. അപ്പോൾ മനു മുത്തശ്ശി എവിടെയെന്ന് ചോദിക്കുമ്പോൾ കമല മുത്തശ്ശി റൂമിൽ തന്നെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മനു നേരെ പോകുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്കാണ് കേട്ടോ. പാവം മുത്തശ്ശി, ആൾ വളരെ വിഷമത്തിലാണ്. അപ്പം മനുവിനെ കാണുമ്പോൾ തന്നെ, മോനെ മനു എന്തൊക്കെയാടാ ഞാൻ ഈ കേൾക്കുന്നത്, ഇനി എന്തിനാ മോനെ എൻ്റെ ഈ ജന്മം ബാക്കി ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്, ഇനി എന്താടാ കേൾക്കാനുള്ളത് എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി ഇങ്ങനെ കരയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, മുത്തശ്ശി ഇങ്ങനെ വിഷമിക്കാതിരിക്കേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോനെ ബാലൻ്റെ അവസ്ഥ എന്താ, അവന് ഇപ്പോൾ രണ്ടാമത്തെ അറ്റാക്കല്ലേ വന്നിരിക്കുന്നത്, ഇനി അവനെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും മടക്കി കൊണ്ടുവരാൻ പറ്റുമോ, അവന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോടാ, എങ്ങനെയാ മോനെ ഇതൊക്കെ താങ്ങി അവന് നിൽക്കാൻ കഴിയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ കരയാണ്. മനു അപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി ഇങ്ങനെ കരയാതിരിക്കും, നമുക്ക് എന്തെങ്കിലും ഒരു പോംവഴിയൊക്കെ കാണാം, എന്താ ഇപ്പോൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ, സംഭവിക്കാൻ പാടില്ലാത്ത പലതുമാണ് സംഭവിച്ചത്, പക്ഷേ വേറൊരു കാര്യമുണ്ട് മുത്തശ്ശി, അവരങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇനിയെങ്കിലും ശിക്ഷിക്കപ്പെടണം. മുത്തശ്ശിക്ക് അലീനയുടെ കാര്യം അറിയാലോ, അവൾ അന്ന് ക്ഷമിച്ചതുകൊണ്ട് മാത്രമാണ് അവരന്നേ ജയിലിലാവാതെ രക്ഷപ്പെട്ടത്, അല്ലാന്നുണ്ടെങ്കിൽ അവർ ആദ്യമേ ശിക്ഷിക്കപ്പെടേണ്ട ആൾക്കാരായിരുന്നു. അവളുടെ സഹോദരങ്ങളെപ്പോലെ അവരെ കരുതി, അല്ലാതെ ഇപ്പം നമ്മളെന്ത് പറയാനാ. മുത്തശ്ശി എന്തായാലും സമാധാനമായിട്ടിരിക്കട്ടോ, ഞാൻ ഈ ഹോസ്പിറ്റലും പോലീസ് സ്റ്റേഷനിലൊക്കെ ഒന്ന് പോകണം, അവരെ ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് നോക്കണം എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അവരെ കാണാൻ പറ്റുമോ മോനെ? അറിയില്ല മുത്തശ്ശി, ഞാൻ അവൻ്റെ സഹോദരനാണെന്ന് അറിഞ്ഞാൽ പോലും ചിലപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ ആൾക്കാർ തടിച്ചുകൂടി നിൽക്കുകയാണെന്നാണ് കേട്ടത്, അവരിൽ ആരെങ്കിലും എന്നെ പിടിച്ചിട്ട് തല്ലുമോ എന്നൊക്കെയാണ് ഇപ്പോൾ എനിക്കൊരു ഭയം.
മുത്തശ്ശി എന്തായാലും സമാധാനമായിട്ടിരിക്കെ, ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് നിങ്ങളെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞ് മനു പോവുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ശിവനും രാജീവനും ഗംഗേട്ടനും കൂടി ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മനു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവർ പരസ്പരം പറയുകയാണ് കേട്ടോ. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഏട്ടാ അധികം വൈകാതെ തന്നെ ഏട്ടൻ പോകണം. ബാലനും ഇങ്ങനെ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ നമ്മൾ ആരെ പ്രതീക്ഷിച്ചാൽ ഇങ്ങനെ നിൽക്കുക? മനുവിനും ഗോവർദ്ധനും ഒക്കെ എന്തോരെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നാലെ ഓടാനുള്ള കെൽപ്പുണ്ടാവുക. അവനും ചെറുതല്ലേ നമ്മുടെ മനു, അവനും പാവമുണ്ട്. ഇങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിൽ അവനെയും കൂടി ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ലല്ലോ. ഈ ബാലചന്ദ്രന് സംഭവിച്ചത് നമുക്കും സംഭവിക്കേണ്ട കാര്യങ്ങളല്ലേ. നമ്മളും അതൊക്കെ കണ്ടു നിൽക്കാനുള്ള കരുത്ത് നമുക്കുണ്ടോ? എന്തായാലും പോവാൻ നോക്ക് ശിവേട്ട എന്ന് രാജീവൻ പറയുകയാണ്. അപ്പോൾ ഗംഗേട്ടനോട് രാജീവൻ ചോദിക്കുന്നുണ്ട്, ഗംഗേട്ടൻ ഇന്ന് തന്നെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗംഗേട്ടൻ പറയുകയാണ്, ഇന്ന് പോകാൻ പറ്റില്ല, എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ നീക്കിയിട്ട് വേണം, എനിക്ക് നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ. രാജീവേ നീ വരുന്നില്ലേ? എനിക്കും കുറച്ച് കാര്യങ്ങളൊന്ന് നീക്കി വെച്ചിട്ട് 2-3 ദിവസത്തിനകം ഞാൻ വരാം. അപ്പോൾ ശിവൻ പറയുകയാണ്, ഞാൻ ഇന്ന് തന്നെ ഇവിടെ നിന്ന് കയറാൻ നോക്കുകയാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. മനു ആദ്യം പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ മനു പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ ചെന്നിട്ട് മനുവിനെ അകത്തേക്ക് കയറാൻ പോലും കഴിയുന്നില്ല. കാരണം അത്രയും ജനക്കൂട്ടങ്ങളുണ്ട്. ഒരു 4 പീഡന പ്രതികളെ കാണാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പത്രക്കാരും. അപ്പോൾ മനുവിന് തീരെ അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മനു കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതും അവിടെയൊക്കെ നോക്കി നിൽക്കുന്നതും എല്ലാം ഗോവർദ്ധൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗോവർദ്ധൻ മനുവിനെ കാണുമ്പോൾ തന്നെ മനുവിൻ്റെ അടുത്ത് വന്നിട്ട് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, മോനെ എപ്പോഴാണ് എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വന്നിട്ട് കുറച്ച് സമയം ആയുള്ളൂ എങ്കിലേ, നേരെ വീട്ടിലേക്കാണ് പോയത്, എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരിക ചെയ്തേ എന്ന് പറയുമ്പോൾ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, അച്ഛനൊക്കെ എന്ത് പറയുന്നു? അച്ഛൻ എന്തായാലും ഇന്ന് നൈറ്റിൽ തന്നെ എത്താൻ ചാൻസ് ഉണ്ട്. പിന്നെ വല്യച്ഛനും നാളെയും വരും. ചെറിയച്ഛൻ്റെ കാര്യം അറിയില്ല, ചെറിയച്ഛന് എന്തോ ലീവ് കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ എല്ലാവരും കൂടി വന്നിട്ട് എന്ത് കാട്ടാനാ? അല്ല അങ്കിളെ, ഇതൊക്കെ ഉള്ളത് തന്നെയാണോ എന്ന് മനു ചോദിക്കുകയാണ്. അതോ ഇനി ആരെങ്കിലും കെട്ടിച്ചമച്ച കഥകളോ ഇവരെ പെടുത്താൻ വേണ്ടി? കാരണം ഇവർ 4 ആളും ഫ്രണ്ട്സാണല്ലോ, പിന്നെ ഇവരെ കൊടുക്കാൻ വേറെ ആരെങ്കിലും കൂടി കാട്ടിക്കൂട്ടിയതാണോ എന്ന് ചോദിക്കുമ്പോൾ മനുവിനെ കുറച്ച് മാറ്റി നിർത്തി പതിയെ ഗോവർദ്ധൻ പറയാണ് കേട്ടോ, ഇതൊക്കെ ഉള്ളത് തന്നെയാണ് എൻ്റെ മോനെ. അവർ മൊബൈലിൽ ആ കുട്ടിയെ നശിപ്പിക്കുന്നതിൻ്റെയും ആ കുട്ടിയുടെ നഗ്നമായ ചിത്രങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഒരു കോൺസ്റ്റബിൾ ഉണ്ട്, പുള്ളി പറഞ്ഞറിഞ്ഞതാ, ഇതൊന്നും പുറത്തേക്കൊന്നും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ മനു ആകെ ഷോക്കാവുകയാണ്. കാരണം ഇത്രയും മോശമായല്ലോ തൻ്റെ സഹോദരന്മാർ എന്നുള്ളൊരു ടെൻഷനും വിഷമമൊക്കെ മനുവിനുണ്ട് കേട്ടോ. അപ്പോൾ ഗോവർദ്ധനോട് മനു ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ എന്തിനാ അങ്കിള് ഇവരെയൊക്കെ രക്ഷിക്കുന്നത്? ഒരമ്മയും പെങ്ങളെയും പോലും കണ്ടാൽ തിരിച്ചറിയാത്തവന്മാരെ എന്തിനാ നമുക്ക്? ഇവരകത്ത് തന്നെ കിടക്കട്ടെ, ബാക്കി പുറത്ത് നടക്കുന്ന പെൺകുട്ടികളെങ്കിലും രക്ഷപ്പെട്ടോളുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ പറയാണ്, ഒരു തെറ്റ് സംഭവിച്ചു പോയി, നമുക്കറിയാം, തിരുത്താൻ പറ്റാത്തതും പൊറുക്കാൻ പറ്റാത്തതുമായ തെറ്റാണെന്ന്, എങ്കിലും കളഞ്ഞിട്ട് പോവാൻ പറ്റില്ലല്ലോ എൻ്റെ മനു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഇതിനേക്കാളും എല്ലാത്തിനേക്കാളും പ്രശ്നം ആ കുട്ടിയുടെ മൊഴി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഒരുറപ്പും പറയാൻ പറ്റില്ല മനു. ഒരുറപ്പില്ലെങ്കിലും എനിക്ക് 1-2 ആളെ ഒന്ന് കാണാനുണ്ട്. പിന്നെ നമ്മുടെ വക്കീലിനെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഞാൻ എന്തായാലും വക്കീലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. മോനിനിപ്പോൾ അകത്തേക്കൊന്നും കയറാൻ നോക്കണ്ട, മോൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ, അലീനയുടെ അടുത്തേക്ക്. പിന്നെ ബാലചന്ദ്രനോട് ഇവിടെ ഈ കണ്ട കാര്യങ്ങളൊന്നും ചെന്ന് പറയാനൊന്നും നിൽക്കണ്ട കേട്ടോ. പുള്ളിയുടെ അവസ്ഥ വളരെ മോശമാണ്. അലീന ഫോണൊന്നും കൊടുക്കുന്നില്ല, ആരോടും ഫോണിൽ സംസാരിക്കാനൊന്നും അവൾ സമ്മതിക്കാതെയാണ് അവിടെ നിൽക്കുന്നത്. ഓ എനിക്കറിയാം അങ്കിളെ, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് 2 ആളും 2 വഴിക്ക് പിരിയാണ് കേട്ടോ.
മനു നേരെ ചെല്ലുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. മനു ചെന്ന് അലീനയെ കാണുമ്പോൾ തന്നെ അലീനയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് താൻ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയതെന്നും പോലീസ് സ്റ്റേഷനിൽ അടുക്കാൻ പോലും കഴിയുന്നില്ല. അവിടെ ഗോവർദ്ധൻ അങ്കിളിനെ കണ്ടിരുന്നു. അവിടെ പോലീസുകാരും പത്രക്കാരും നാട്ടുകാരും ഒക്കെ തടിച്ചു കൂടിയിരിക്കുകയാണ്. പീഡനവീരന്മാരായ 4 ചെറുപ്പക്കാരെ കാണാനെന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ ഒച്ചയും ബഹളമൊക്കെ. അതിൻ്റെ ഉള്ളിലേക്ക് ഞാനെങ്ങാനും എത്തിപ്പെട്ടാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ നീയെ എന്നൊക്കെ മനു പറയുന്നുണ്ട്. അപ്പം അലീനയും ഗോവർദ്ധൻ പറഞ്ഞ പോലെ പറയുന്നുണ്ട്, ഇതൊന്നും അച്ഛനോട് പറയാൻ നിൽക്കണ്ട കേട്ടോ മനുവേട്ടാ, അച്ഛന് എനിക്ക് പേടിയാവുകയാണ് അച്ഛൻ്റെ അവസ്ഥ കണ്ടിട്ട് എന്ന് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, നീ ആൻറ്റിയുടെ അടുത്ത് പോയോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇല്ല, മനുവേട്ടനെ അറിയാലോ, എന്ത് സംഭവിച്ചാലും എനിക്കായിരിക്കും കുറ്റം, എന്തിനാ ഇതെല്ലാം കേൾക്കാനായിട്ട് ഞാൻ പോകുന്നതെന്ന് അലീന പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാളും കൂടി അങ്കിളിൻ്റെ അടുത്തേക്ക് പോകുകയാണ്. അപ്പം അങ്കിള് മനുവിനെ കാണുമ്പോൾ തന്നെ അങ്കിള് പെട്ടെന്ന് ഇങ്ങനെ എണീക്കാൻ ശ്രമിക്കുമ്പോൾ അലീന ചെന്ന് വേഗം പിടിക്കുകയാണ് കേട്ടോ. അപ്പം അലീന പറയുന്നുണ്ട്, അച്ഛ അവിടെ കിടക്ക്, മനുവേട്ടൻ ഇങ്ങോട്ട് തന്നെയല്ലേ വന്നത് എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, എൻ്റെ മോനെ, എനിക്ക് നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമുണ്ട്, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അറിഞ്ഞു അങ്കിളെ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു, പക്ഷേ നമുക്ക് അകത്ത് കയറാനോ അവരോട് സംസാരിക്കാനോ ഒന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ നമ്മുടെ ഗോവർദ്ധൻ അങ്കിളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്കിള് വക്കീലിനെ കാണാൻ പോയിട്ടുണ്ട്, വക്കീലിനെ കണ്ടിട്ട് അങ്കിള് വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോനെ, ഇതൊക്കെ നടന്നിട്ടുള്ള കഥ തന്നെയാണോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്താണോ ഇവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിളിന് തന്നെ അറിയാലോ ഇതൊക്കെ നടന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ അലീനയുടെ കേസ് തന്നെ ഒരു തെളിവല്ലേ, പിന്നെ ഇവരെ സംശയിക്കാതിരിക്കാൻ നമുക്കും കഴിയില്ല എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, മനുവേട്ട, എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്, ഇതിൽ രോഹിത് പെട്ടിട്ടില്ല എന്ന്, അല്ലെങ്കിൽ തന്നെ പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ എന്തൊക്കെയോ മറികൾ ഇതിൽ സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ നിനക്ക് എന്താ അങ്ങനെ തോന്നാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് അന്ന് നടന്ന കാര്യങ്ങൾ, രോഹിത് തിരിച്ചു വന്നതും രോഹിത്തിൻ്റെ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, എനിക്കിതിലൊന്നും അത്ര വിശ്വാസമില്ല അലീന, ചിലപ്പോൾ നീ കണ്ടിട്ടുണ്ടാവുക ഇതെല്ലാം നടത്തി കൂട്ടിയതിന് ശേഷം വന്ന രോഹിത്തിനെ ആണെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, എനിക്ക് ഹരിയുടെ കാര്യത്തിൽ സംശയമൊന്നുമില്ല മോനെ, കാരണം അവൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയാണ് നടക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. പക്ഷേ രോഹിത്ത്, അപ്പോൾ മനു പറയുകയാണ്, നമുക്കങ്ങനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല അങ്കിളെ, അവരെ രണ്ടാളും കൂട്ടുകൂടി ഇതെല്ലാം കാണിച്ചു കൂട്ടാൻ തുടങ്ങിയിട്ടേ കാലം കുറേ ആയിട്ടുണ്ട്, ഇതിൽ നമുക്ക് ആരെയും തള്ളിക്കളയാനൊന്നും പറ്റില്ല, ഇനി സത്യാവസ്ഥകളൊക്കെ ആദ്യം മുതലേ നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് മനു പറയുന്നുണ്ട്. അങ്കിൾ എന്തായാലും സമാധാനമായിട്ടിരിക്കേ, ഞാനും അച്ഛനും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, അച്ഛൻ വന്നോ? ഇല്ല, വന്നിട്ടില്ല, അച്ഛൻ ഇന്ന് വൈകുന്നേരം തന്നെ എത്തും, പിന്നെ വല്യച്ഛനും നാളെ രാവിലെ വരുന്നുണ്ട്, അങ്കിള് സമാധാനമായിട്ട് കിടക്ക്, ഞങ്ങൾ പുറത്ത് തന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ നോക്കിക്കോളാം കാര്യങ്ങളൊക്കെ. ഗോവർദ്ധൻ അങ്കിള് വക്കീലിനെ കണ്ടിട്ട് തിരിച്ച് ഇങ്ങോട്ടാണ് വരിക, അപ്പോൾ അലീനയെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കും കേട്ടോ, അവർ രണ്ടാളും അവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ അലീനയെ അങ്ങോട്ട് പോയിക്കോട്ടെ, ഇവിടെ ഗോവർദ്ധൻ അങ്കിൾ ഉണ്ടാവുമെന്ന് ബാലചന്ദ്രനോട് മനു പറയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് വേണ്ട മനുവേട്ടൻ അവരെ രണ്ടാളെ കടപ്പാട്ടൂരിലേക്ക് കൊണ്ടുപോയിക്കോ, ഞാൻ അച്ഛൻ്റെ കൂടെ ഇവിടെ നിൽക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ അത് സമ്മതിക്കുന്നില്ല കേട്ടോ, നീ ഹോസ്പിറ്റലിൽ നിൽക്കണ്ട, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഗോവർദ്ധൻ തന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അലീനയെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. വൈകുന്നേരം ആയപ്പോഴേക്കും ശിവൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അവിടെ നിന്നും ഒരു ടാക്സി പിടിച്ചിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വീടെത്തുന്നതിന് മുന്നായിട്ട് തന്നെ കാറിലിരുന്നുകൊണ്ട് ശിവൻ കാണുന്നുണ്ട് വീടിന് മുറ്റും തടിച്ചുകൂടി നിൽക്കുന്ന, അതായത് ഗേറ്റിന് പുറത്ത് തടിച്ചുകൂടി നിൽക്കുന്ന ആൾക്കാരെയും പത്രപ്രവർത്തകരെയും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഡ്രൈവറോട് ശിവൻ പറയുന്നുണ്ട്, നമുക്ക് തിരിച്ച് തന്നെ പോകാം, ഞാൻ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി ആക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി തിരിപ്പിക്കുകയാണ്.
അപ്പോൾ ഈ സമയത്ത് കമലയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കമലയെ വിളിക്കുമ്പോൾ കമല ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് എവിടെ എത്തി, ഞങ്ങൾക്കിവിടെ പേടിയായിട്ട് പാടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ശിവൻ പറയുകയാണ്, ഞാൻ കണ്ടു, ഞാൻ അവിടെ കയറാണ്ട് പോന്നതാണ്, ഞാനിപ്പോൾ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻ വളരെ മോശമാവും, പിന്നെ വീണ്ടും പോലീസുകാർ വരികയും തടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, അങ്ങനെയാണോ, എന്നാൽ നിങ്ങളിങ്ങോട്ട് വരണ്ട, ഞങ്ങളോട് രാവിലെ മനു പറഞ്ഞിട്ട് പോയത് പുറത്തിറങ്ങരുത്, നമ്മുടെ ബാലൻ്റെ ഷോപ്പിന് നേരെ ഉണ്ടായിരുന്ന അതിക്രമങ്ങളൊക്കെ കണ്ടിരുന്നല്ലോ, അപ്പോൾ നമുക്ക് നേരെയും അങ്ങനെയൊക്കെ സംഭവിക്കാം, അതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ നിൽക്കരുതെന്ന് മനു പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ കമല ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോണതെന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുകയാണ്, ഞാൻ ഹോസ്പിറ്റലിൽ പോയി ബാലനെയും വൈജയൊക്കെ ഒന്ന് കാണട്ടെ, അവിടെ പോയി കാര്യങ്ങൾ തിരക്കിയതിന് ശേഷം ഞാൻ നിന്നെ വിളിച്ചോളാം എന്ന് പറയുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ എത്താണ്. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ കണ്ണടച്ച് അവിടെ കിടക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഡോറ് തുറന്ന് അകത്തേക്ക് ആരോ കയറിയെന്ന് തോന്നിയ ബാലചന്ദ്രൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ശിവനെയാണ് കേട്ടോ. അപ്പോൾ ശിവനോട് പറയുന്നുണ്ട്, ശിവേട്ടൻ എപ്പോഴാണ് എത്തിയേ, മനു പറഞ്ഞിരുന്നു ശിവേട്ടൻ വരുമെന്ന്, എപ്പോഴാണ് എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരുന്നതേ ഉള്ളൂ, നേരെ ഇങ്ങോട്ടാണോ പോകുന്നത്, ഇങ്ങോട്ട് വരാതെ വേറെ നിവർത്തിയൊന്നുമില്ല ബാലചന്ദ്ര, ഞാൻ വീട്ടിലേക്ക് തന്നെയാണ് പോയത്, വീടിൻ്റെ ആ വളവെത്തിയപ്പോഴേ കണ്ടിരുന്നു, വീടിന് ഗേറ്റിന് പുറത്ത് വളഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ, അവർക്കിടയിലേക്ക് ഞാൻ ചെന്നാലുണ്ടാവുന്ന അവസ്ഥ അറിയാലോ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയൊന്നും കിട്ടുന്നില്ല. ബാലചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനോട് ശിവൻ ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം വൈജ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അറിഞ്ഞു, രാവിലെ എന്തോ നേഴ്സ് വന്ന് TV എന്തോ ഓണാക്കി കൊടുത്തപ്പോൾ ന്യൂസ് ചാനലായിരുന്നു, കറക്റ്റ് കണ്ടു, മോനെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എല്ലാം. അറിയട്ടെ ശിവേട്ട, അവളുടെ സാമർത്ഥ്യത്തിനൊന്നും എന്നാലും ഒരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല ശിവേട്ട, എനിക്കിങ്ങനെ ഞാനൊരു ദുർബലനായിപ്പോയല്ലോ, ഇപ്പം എന്ത് വന്ന് എന്തറിഞ്ഞാലും ഇങ്ങനെ ബോധം കെട്ട് ഇവിടെ വന്ന് കിടക്കാം, ബാക്കിയുള്ളവർ അതിൻ്റെ പിന്നാലെ ഓടുന്നത് ഇവിടെ കിടന്ന് കാണാം, അല്ലാതെ ഇപ്പം എന്നെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ബാലൻ ഇങ്ങനെ വിഷമിച്ച് പറയാണ്. അപ്പോൾ ബാലനോട് പറയുന്നുണ്ട്, നീ വിഷമിക്കാതിരിക്കുക ബാല, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാലോ, ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെ ഇപ്പോൾ വീട്ടിലത്തെ കാര്യം ആലോചിച്ച് നീ വിഷമിക്കണ്ട, അലീനയും കൊണ്ട് മനു പോയിട്ടുണ്ട്, മനു എന്തായാലും ഇന്നത്തെ ദിവസം അവരോടൊപ്പം അവിടെ തന്നെ ഉണ്ടാവും, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആലോചിച്ചതിന് ശേഷം നിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഗോവർദ്ധനെയാണ് കേട്ടോ. അപ്പോൾ ഗോവർദ്ധനെ കാണുമ്പോൾ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, ശിവേട്ടൻ വന്നോ, എപ്പോഴാണ് എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വന്നിട്ട് 1 മണിക്കൂറിൽ താഴെ ആയിട്ടുള്ളൂടാ, വീട്ടിൽ കയറാൻ പറ്റിയില്ല, അപ്പം നേരെ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയുമ്പോൾ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, വീടിന് പുറത്ത് ആൾക്കാരുണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ മനസ്സിലായി, ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ശിവേട്ട, അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോലും എത്തിപ്പെടാൻ പറ്റാത്ത സിറ്റുവേഷനാണ്, 18 വയസ്സ് പോലും തികയാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച 4 പീഡനവീരന്മാർ, നല്ല ഭൂമികുലുക്കം പോലല്ലേ സംഭവിച്ചിരിക്കുന്നത്. എല്ലാ ഗോവർദ്ധൻ, നമ്മളിപ്പോൾ എന്താ ചെയ്യുക, എന്ത് ചെയ്താലേ ഇതൊന്ന് ശരിയാക്കാൻ പറ്റുക, എനിക്കറിയില്ല ശിവേട്ട, എനിക്ക് കാണാൻ പറ്റാവുന്നവരൊക്കെ ഞാൻ ഈ സമയം കൊണ്ട് പോയി കണ്ടു, രാഷ്ട്രീയ പ്രവർത്തകരൊന്നും സഹായിക്കാൻ കൂട്ടാക്കുന്നില്ല, 18 വയസ്സ് പോലും തികയാത്ത പെൺകുട്ടിയുടെ കേസാണ്, അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവരുടെ പാർട്ടിക്കാണ് അത്രേ കുഴപ്പങ്ങൾ സംഭവിക്കാൻ പോകുന്നത്, അവരൊന്നും കൈ ഏൽക്കുന്നില്ല. പിന്നെ നമ്മുടെ പരിചയത്തിലുള്ള പോലീസുകാരുടെ അവസ്ഥ അതുതന്നെ, അവർ ഈ കേസാണെന്ന് അറിയുമ്പോഴത്തേനും ഫോൺ കട്ട് ചെയ്യാണ്, കാണാൻ പോലും കൂട്ടാക്കാത്തൊക്കെ സിറ്റുവേഷനാണ്. ശിവനെല്ലാം മനസ്സിലായിട്ടും ഒന്നും മനസ്സിലാവാത്ത പോലെ ചോദിക്കുകയാണ് കേട്ടോ, ഇതൊക്കെ ഉള്ളത് തന്നെയാണല്ലേ ഗോവർദ്ധ എന്ന് ചോദിക്കുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ശിവേട്ടൻ എന്ത് ചോദ്യമായി ചോദിക്കുന്നത്, എല്ലാം ഉള്ളത് തന്നെയാണ് ശിവേട്ട, ഇതിലിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാലേ ഹരി 1 വർഷമായിട്ട് സ്നേഹിച്ച് കൊണ്ടുനടക്കുന്ന പെൺകുട്ടിയാണ്, അവളെ ചതിച്ച് മറ്റുള്ളവർക്ക് കൂടി അവൻ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത്, അവൻ കൊണ്ടുപോകുന്നതിൻ്റെയും കൂട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെയും എല്ലാം റെക്കോർഡ്സും ഉണ്ട് പോലീസിൻ്റെ കയ്യിൽ, പിന്നെ ആ കുട്ടിയുടെ ടെസ്റ്റ് റിസൾട്ടിലും ഉണ്ട് ആ കുട്ടിയെ നശിപ്പിച്ചു എന്നതിനുള്ള തെളിവുകളെല്ലാം,
പിന്നെ എല്ലാത്തിനേലും ഇതാണല്ലോ ആ കുട്ടിയുടെ മൊഴി, പിന്നെ ഇപ്പം എന്താ അതിൽ പറയാനുള്ളത് എന്ന് പറയുമ്പോൾ ശിവൻ ആകെ നാണം കെട്ട പോലെ ഇങ്ങനെ ഒരിടത്ത് ഇങ്ങനെ പോയി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവൻ അവിടെ ഇങ്ങനെ ചെയറിലിരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ടി വിയിലും ഇങ്ങനെ കാണിക്കുകയാണ് ഇവരുടെ അഡ്രസ്സുകളും പേരും എല്ലാം പറഞ്ഞിട്ട് കൂട്ടപ്രതികളെന്ന് പറഞ്ഞ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയെയാണ് ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ച് കല്യാണം കഴിക്കാമെന്ന് വാക്ക് കൊടുത്ത് ഹരി നശിപ്പിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് വിഷമിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് വരുന്നു എന്ന് തോന്നിയ ശിവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എണീറ്റ് വൈജയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വൈജയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സുലോചനയും ഉണ്ട്. അവരും ഇതേ ന്യൂസ് റൂമിൽ ടി വിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുലോചന ശിവനെ കാണുമ്പോൾ തന്നെ ഓ ശിവേട്ടൻ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ അതേ വന്നതുള്ളൂ മോളെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവർ രണ്ടാളും സംസാരിക്കട്ടെ എന്ന് കരുതി സുലോചന പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ വൈജ കരഞ്ഞുകൊണ്ട് ശിവേട്ടനോട് ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് ശിവേട്ട ഞാൻ ഈ കാണുന്നത്? ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? എല്ലാം ഉള്ളത് തന്നെയാണ് വൈജേ, എന്താണ് ഇല്ലാത്തത്? നിനക്കറിയുന്നതല്ലേ അലീനയെ അവർ രണ്ടാൾ കൂടി നശിപ്പിക്കാൻ ശ്രമിച്ചതും കൊല്ലാൻ ശ്രമിച്ചതും എല്ലാം. അതെല്ലാം നീ മറന്നുപോയോ? പിന്നെ എന്തിനാണ് നിനക്ക് ഇത്ര സംശയം? അവർക്കെതിരെ എല്ലാ തെളിവുകളുമുണ്ട്. അപ്പോൾ ഇതിൽ സംഭവിക്കാത്തതും ഇവരറിയാത്തതുമായ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. ഈ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ കാര്യം ഇവർ പറയുന്നുണ്ടെങ്കിലും അതിൽ രോഹിത്തിൻ്റെ ഇതായിട്ടുള്ള ഒന്നും തന്നെ ഇവർക്ക് കിട്ടിയിട്ടില്ല പോലീസുകാർക്ക്. പക്ഷേ അത് മീഡിയയ്ക്ക് മുമ്പിൽ എത്തിപ്പെട്ടാൽ പോലീസുകാർക്ക് കള്ളക്കേസ് എടുത്തു എന്നുള്ളൊരു പേടി കാരണം അവർ അത് മറച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് പിന്നീടാണ് അറിയാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും കണ്ണിൽ ഇവർ 4 ആളും പ്രതികളാണെന്നും ഇവർക്ക് 4 ആൾക്കും എതിരായിട്ട് തന്നെയാണ് മെഡിക്കൽ റിപ്പോർട്ടും കുട്ടിയുടെ മൊഴിയും സംഭവിച്ചിരിക്കുന്നതെന്നും എല്ലാമാണ് പോലീസുകാർ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ പുറത്ത് വന്ന ന്യൂസ് അനുസരിച്ച് വൈജയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ പഴയതുപോലെ തന്നെ അലീനയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ വന്നതിന് ശേഷമാണ് എൻ്റെ മോൻ ഇങ്ങനെ ആയത് അങ്ങനെ ആയത്, അവരെല്ലാവരും അവളിൽ മയങ്ങിയിട്ടാണ് അവരൊക്കെ ഇങ്ങനെ ചീത്ത വഴിയിലേക്ക് പോയത് എന്നൊക്കെ ഇങ്ങനെ വൈജ അപ്പോഴും അലീനയെ കുറ്റം പറയുന്നത് കേട്ട് ശിവൻ അങ്ങോട്ട് ദേഷ്യം വരികയാണ്. അപ്പോൾ ശിവൻ പറയാണ്, നാണമുണ്ടോടി നിനക്ക്? നീ ഇപ്പോഴും ന്യൂസിൽ കണ്ടതല്ലേ നിൻ്റെ വീടിന് നേരെയും നിൻ്റെ കടയ്ക്ക് നേരെയും എല്ലാം ഓരോ പ്രവർത്തികൾ നാട്ടുകാർ കാണിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം നിൻ്റെ മക്കളെ 2 എണ്ണത്തിനെ രക്ഷിക്കുന്നതേ അലീനയാണ്. പോരാത്തതിന് അവൻ്റെ കാര്യത്തിനും അവൾ ഒരേ വഴിക്ക് ഓടി നടക്കുന്നുണ്ട്, അല്ലാതെ അവൾ പെരേ കയറി ഒളിച്ചിരിക്കുകയല്ല ചെയ്യുന്നത് എന്നൊക്കെ ശിവൻ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ ഇതെന്താ സംഭവിച്ചത്? അവളെ കൊല്ലാനും പൂട്ടിയിടാനും നടന്നിരുന്ന ആൾക്കാരാണ്, ഇപ്പോൾ അവളുടെ വാലുംതുമ്പ് പിടിച്ച് നടക്കുകയാണ് എന്ന് പറയുമ്പോൾ ശിവൻ ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ കിട്ടിയിട്ടും നിൻ്റെ അഹങ്കാരത്തിന് മാത്രം ഒരു കുറവില്ല അല്ലേ വൈജെ? നീ ആരാണെന്നാണ് നിൻ്റെ വിചാരം? ഇപ്പോഴും നിനക്ക് എന്താണ് സംഭവിക്കുന്നതെന്നും സംഭവിച്ചിരിക്കുന്നതെന്നും ഉള്ളൊരു ബോധമില്ലേ നിനക്ക്? നിൻ്റെ ജീവിതത്തിൽ നീ കാട്ടിക്കൂട്ടിയതിനെല്ലാം ഇപ്പോൾ നിൻ്റെ മക്കൾ അനുഭവിക്കുന്നുണ്ട്. അപ്പുറം നിൻ്റെ ഭർത്താവ് ICUയിൽ അറ്റാക്കായിട്ട് കിടക്കുന്നുണ്ട്. നീ അത്ര നല്ലതായിരുന്നോ വൈജെ? നിന്നെക്കുറിച്ച് നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കൂടെ? ഇതെല്ലാം കേട്ട് വൈജയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. വൈജ അപ്പോൾ ഇങ്ങനെ വീണ്ടും വീണ്ടും എതിർത്ത് സംസാരിക്കുകയാണ്. ശിവനപ്പോൾ ചോദിക്കുന്നുണ്ട്, നീയെ കടപ്പാട്ടൂർ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് പോകാൻ മടിച്ചിട്ടല്ലേ നീ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പോഴും ഇങ്ങനെ ഈ ബെഡിൽ കിടക്കുന്നത്? നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്നുള്ള ഒരൊറ്റ അഹങ്കാരത്തിൻ്റെ പുറത്ത് അവൻ്റെ വീട്ടിൽ പോയി അലീനയുടെ കീഴിൽ ജീവിക്കേണ്ടി വരുമോ എന്നുള്ള നിൻ്റെ അഹങ്കാരം ഇപ്പം എന്ത് വന്നു നിനക്ക്? നിൻ്റെ അഹങ്കാരത്തിൻ്റെ പുറത്ത് നിൻ്റെ മകനെ കൂടിയല്ലേ നിനക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നീ എന്ന് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആവേണ്ട ആളായിരുന്നു? എന്തായിരുന്നു നിൻ്റെ അഹങ്കാരം? ഡിസ്ചാർജ് ആയിട്ട് ഫ്ലാറ്റിലേക്ക് നിൻ്റെ 2 മക്കളെയും കൊണ്ട് പോകുന്നല്ലേ നീ പറഞ്ഞിരുന്നത്? കൊണ്ടുപോ, 2 മക്കളെയും കൊണ്ടുപോ. നിൻ്റെ മോൾ ഏത് വഴിക്കാണ് നടക്കുന്നതെന്നൊക്കെ നിനക്ക് വല്ലതും അറിയോ? എന്നിട്ടും ഇപ്പോഴും അലീനയെ കുറ്റം പറയാൻ മാത്രം നിനക്ക് നല്ല നാവ്. ഈ നേരം കൊണ്ട് തന്നെ എത്ര വട്ടം അലീന എന്നെ വിളിച്ച് സംസാരിച്ചു എന്നറിയോ? അവരെ കാര്യങ്ങൾ ഒരേന്ന് അന്വേഷിക്കാനും പറയാനും വേണ്ടിയിട്ട്. ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ മറ്റൊരാളെ കുറ്റം പറയരുത് വൈജെ. ഇതെല്ലാം കള്ളക്കേസാവണേന്നും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നും തൻ്റെ മകൻ രക്ഷപ്പെടണേന്നുമെങ്കിലും ഒന്ന് ദൈവത്തിന് വിളിച്ച് പ്രാർത്ഥിക്കാൻ നോക്ക്. അതേ ഇനി നിന്നെക്കൊണ്ട് ഇവിടെ കിടന്നുകൊണ്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ശിവേട്ടൻ പുറത്തേക്ക് ഇറങ്ങി പോകുകയാണ് കേട്ടോ.
മറ്റൊരു എപ്പിസോഡുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.